ഹായ് മക്കൾസ്, +1 ടൈം ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒറ്റ കാര്യം നിങ്ങൾക്കറിയാം, മാർച്ച് 5-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒറ്റ കാര്യം നിങ്ങൾ പറ, അതായത് നിങ്ങൾ ഈ ടൈം ടേബിളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ? ഇത് മാത്രം, അതായത് ഹാപ്പി ആണ് സാഡ് ആണെന്ന് മാത്രം ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് നിറച്ചേ. ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, അല്ലെങ്കിൽ സാർ ഇത് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, സാഡാണ്, സാഡ് എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഹാപ്പി ആണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം, അല്ലാത്തവരാണെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ ടൈം ടേബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് നമുക്ക് ഗവൺമെൻറ്റിനെ വീഡിയോസിലൂടെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മക്കൾക്ക് എന്തായാലും ഒരു അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അവസാനം വരെ കാണാൻ, അതായത് നല്ല മാർക്ക് വേണം, അല്ലെങ്കിൽ ഈ ടൈം ടേബിളിൽ നിങ്ങളൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുകയാണെന്നുള്ളവർ മാത്രം അവസാനം വരെ കാണാം. മക്കളെ ഒന്ന് ആലോചിച്ചേക്കാം, മാർച്ച് 5 ഇംഗ്ലീഷ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ലാംഗ്വേജിൻ്റെ ഇംഗ്ലീഷ് എനിക്കറിയാം, ഹ്യൂമാനിറ്റീസ് മക്കൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന സംഭവം ഇംഗ്ലീഷ് തന്നെയാണ്. അത് സ്റ്റാർട്ടിങ്ങിന് തന്നെ വെച്ചു അത്യാവശ്യം പഠിക്കാൻ സമയം ഉണ്ടാവും. അതായത് മാർച്ച് 1 മുതലൊന്നും ക്ലാസ്സില്ലല്ലോ, അതായത് മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും, നന്നായിട്ട് പഠിക്കാം. മാർച്ച് 9 ജിയോഗ്രഫി, ഇതെല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല ജോഗ്രഫി. അപ്പോൾ ജോഗ്രഫി ഇല്ലാത്തവരുണ്ടാവും, അപ്പോൾ അവർക്ക് എന്താണ് അന്നൊക്കെ ലീവാണ്. മാർച്ച് 5 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 11-ാം തീയതിയാണ്. മക്കളെ 11-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ് വരുന്നത്. നോക്കണേ, 11-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് ആണ് വരുന്നത്. ആ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ഇത്രയും ദിവസം സെക്കൻഡ് ലാംഗ്വേജിന് വേണ്ടി, അതായത് നിങ്ങൾ മലയാളം, അറബി, ഉറുദു, സാൻസ്ക്രിറ്റ് ഇതൊക്കെ അല്ലേ, ഇതിന് ഇത്ര സമയം കൊടുക്കണോ? വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2 ദിവസം അതിനായിട്ട് മാറ്റി വെക്കാം. ബാക്കി ദിവസങ്ങൾ മക്കളെ അടുത്ത സബ്ജക്റ്റ് ഏതാണ് നോക്കണം. അടുത്ത സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഹിസ്റ്ററി മക്കൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം ഹിസ്റ്ററിക്ക് സമയം കൊടുക്കുക. അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്, ഇവിടെയുള്ള ഒരു വലിയൊരു ഗ്യാപ്പില്ലേ മക്കളെ, ഇത് ജോഗ്രഫി ഇല്ലാത്തവർക്കുള്ളാട്ടോ പറയുന്നത്. ഈ ഒരു വലിയൊരു ഗ്യാപ്പിൽ മക്കൾക്ക് 23-ാം തീയതി സോഷ്യോളജി കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രം ഗ്യാപ്പുള്ളൂ. എക്കണോമിക്സ് 25-ാം തീയതി എക്കണോമിക്സ് ആണ്. ഏറ്റവും കുട്ടികൾ പൊട്ടുന്ന, അതായത് തോറ്റു പോകുന്ന ഒരു വിഷയമാണ് എക്കണോമിക്സ്. ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാൻ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ സമയമുണ്ട്, പക്ഷേ എക്കണോമിക്സ് ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യണം, ഇത് നേരെ ഇവിടേക്ക് കൊണ്ടുവരാം. ഇതാ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. എന്താണ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് മാർച്ച് 5 ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വൈകുന്നേരം, അതായത് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ എക്സാം, അത് കഴിഞ്ഞ് അന്ന് രാത്രി മുതൽ നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ എക്കണോമിക്സ് ആയിരിക്കണം. ഇനി ഹിസ്റ്ററി ഒന്നും അറിയാത്തവരാണെങ്കിൽ ഹിസ്റ്ററി പഠിക്കാം, അല്ലാത്തവരാണെങ്കിൽ ലാസ്റ്റ് 2 ദിവസം ഒരു ദിവസം സെക്കൻഡ് ലാംഗ്വേജിന് കൊടുക്കുക, പിന്നെ നോർമൽ ഹിസ്റ്ററി പഠിക്കുക. 13-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്യാപ്പ് 13-ാം തീയതി കഴിഞ്ഞാൽ 14, 15, 16 രാവിലെയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം, പൊളിറ്റിക്സ് ആണ്, പഠിക്കാൻ അത്യാവശ്യം സമയമുണ്ട്. പിന്നെ 16-ാം തീയതി കഴിഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സ് ചിലവർക്ക് ഉണ്ടാവുള്ളൂ. 16-ാം തീയതി കഴിഞ്ഞവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളവരാണെങ്കിൽ 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്താൽ പോകണം. അല്ലാത്തവർക്കാണെങ്കിൽ മക്കളെ വീണ്ടും 16-ാം തീയതി കഴിഞ്ഞിട്ട് എത്ര സമയമുണ്ട്? സോഷ്യോളജിക്ക് സമയമുണ്ട്. 16 കഴിഞ്ഞിൽ 17, 18, 19, 20, 21, 22, 23 രാവിലെ. മക്കളെ ശരിക്കും പറയും 7 ദിവസം നിങ്ങൾക്ക് സോഷ്യോളജി പഠിക്കാനുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സോഷ്യോളജിക്കും നിങ്ങൾക്ക് അധിക സമയം വേണോ? സോഷ്യോളജിയുടെ ഒരു 2 ദിവസം നിങ്ങൾ ഏതിനു വേണ്ടി കൊടുക്കണം? എക്കണോമിക്സിന് വേണ്ടി കൊടുക്കണം. സോഷ്യോളജിയുടെ ഒരു 2 ദിവസം നിങ്ങൾ ഏതിന് കൊടുക്കണം? എക്കണോമിക്സിന് കൊടുക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സ് നിങ്ങൾക്ക് വലിയൊരു ഭാരമാവില്ല. അതുകൊണ്ട് തന്നെയാണ് മക്കളെ പറയുന്നത്, ഇത് ഹാപ്പിയാണോ സാഡാണെന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു സാഡായിരിക്കും, കാരണം എക്കണോമിക്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ വ്യക്തമായ പ്ലാനോട് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് +1 ടൈം ടേബിൾ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. മാത്രമല്ല എക്കണോമിക്സിലും ഇംഗ്ലീഷിലും, കാരണം 2 ടഫായിട്ടുള്ള സബ്ജക്റ്റ് 2 സൈഡിലാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇത് നോക്കുമ്പോൾ 23-ാം തീയതി കഴിഞ്ഞിട്ട് 25-ാം തീയതി തന്നെ ഉണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ ഈ രൂപത്തിലേക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, വ്യക്തമായൊരു പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സ്കോർ എക്കണോമിക്സിലും ഇംഗ്ലീഷിലും ബാക്കിയുള്ള സബ്ജക്റ്റിന് ഓൾറെഡി സമയമുണ്ട്, അതിലേക്ക് നേടാൻ പറ്റും. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? ഈ രൂപത്തിലേക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ +1 നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിയിരിക്കും. അതിനുവേണ്ടി നമ്മൾ നിങ്ങളെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇനിയുള്ള കുറഞ്ഞ സമയങ്ങളിൽ ഞങ്ങളൊന്ന് ഉഷാറായിട്ട് പഠിപ്പിച്ചു തരുമോ സാറേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് മുന്നിലുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ, പ്രീ ബൂസ്റ്റർ ജോയിൻ ചെയ്യാന്നുള്ളത്. പ്രീ ബൂസ്റ്ററിൽ ജോയിൻ ചെയ്യാൻ മക്കൾ താഴെ കാണുന്ന നമ്പർ പോകുന്നുണ്ടോ, ആ നമ്പറിലേക്ക് കോൾ ചെയ്യുക, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പം ചിലവാക്കുന്ന ചെറിയൊരു പൈസ നിങ്ങൾക്കത് ഭാവിയിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കേണ്ടി വരാത്ത ഒരു പൈസയാണ്. ഇതൊരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് മക്കളെ. ഞാൻ പറയുന്നുണ്ട്, ഈ രൂപത്തിൽ നിങ്ങളെ സെറ്റാക്കി തരാൻ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച് ഉണ്ട്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൻ്റെ എല്ലാ മക്കളും ഇപ്പം തന്നെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക്